Good morning to all. നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ അയോണിക് പ്രോഡക്റ്റ് എന്താണ്, സോലബിലിറ്റി പ്രോഡക്റ്റ്, കോമൺ അയോൺ എഫക്റ്റ് എന്താണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നമ്മൾ മിക്സ്ചർ അനാലിസിസിൻ്റെ സ്കീം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക, എങ്ങനെയൊക്കെയാണ് ഒരു കാറ്റയോൺ അല്ലെങ്കിൽ ഒരു ആനയോൺ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് ലാബിൽ ഇപ്പോൾ ഡിഗ്രിക്ക് 2 കാറ്റയോണും 2 ആനയോണാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവുക. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമുക്ക് തരുന്ന ആനയോൺസിൽ എന്തുണ്ടാവും, ഇൻ്റർഫിയറിങ് ആനയോൺസ് ഉണ്ടാവും. ഈ ആനയോൺസിന് തന്നെ നമ്മൾ ആസിഡ് റാഡിക്കൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഇൻ്റർഫിയറിങ് ആനയോൺസിനെ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക, അത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ ലാബിൽ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുമ്പോൾ, ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ വരെ നിങ്ങൾക്ക് എക്സാമിന് മാക്രോസ്കെയിൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കെയിൽ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ മൈക്രോസ്കെയിൽ എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ അതിലുള്ള അപ്പാരറ്റസിലും മെത്തേഡ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആ ഡിഫറൻസ്, എന്താണ് മൈക്രോസ്കെയിൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നത്. ഓക്കെ, ലെറ്റ് us start. Introduction of microscale experiments in inorganic as well as organic qualitative analysis. നമ്മൾ ലാബിലിപ്പോൾ ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിലും ഇപ്പോൾ മൈക്രോസ്കെയിൽ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് എന്നുള്ളതൊന്ന്, എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ, സെമി മൈക്രോ, മൈക്രോ അനാലിസിസ്. മാക്രോ അനാലിസിസ്, it is used for the analysis of samples in which the analyte masses are greater than 0.1 gram. അതായത് നമുക്ക് ഒരു സാമ്പിൾ തരും അനലൈസ് ചെയ്യാൻ. നമ്മൾ ലാബിൽ ചെയ്യുന്നത് ഇനോർഗാനിക് ആണെങ്കിൽ നമ്മൾ മിക്സ്ചർ തരുമ്പോൾ അതിൽ 2 കാറ്റയോണും 2 ആനയോണും ഉണ്ടാവും. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, അതിനെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന അനലൈറ്റിൻ്റെ മാസ്, ആ സാമ്പിളിൽ നമുക്ക് തരുന്ന സാമ്പിളിൽ നമുക്ക് അനലൈറ്റിൻ്റെ മാസ് നമ്മൾ ഗ്രേറ്റർ ദാൻ 0.1 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ 0.1 ഗ്രാം മാസുള്ള, അതായത് ഗ്രേറ്റർ ദാൻ 0.1 ഗ്രാം മാസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മാക്രോ അനാലിസിസ് എന്ന് പറയും. ഇനി സെമി മൈക്രോ അനാലിസിസിലാണെങ്കിൽ അനലൈറ്റിൻ്റെ മാസ് ഇൻ ബിറ്റ്വീൻ 0.01 to 0.1 ഗ്രാം ആയിരിക്കണം. എന്നാൽ മൈക്രോ അനാലിസിസ് ആണെങ്കിൽ അതിലുള്ള അനലൈറ്റിൻ്റെ മാസ് ഇൻ ബിറ്റ്വീൻ 10⁻⁻⁴ to 10⁻⁻² ഗ്രാം ആയിരിക്കും. അപ്പോൾ ഓരോ ഡിഫറൻസും മനസ്സിലാക്കുക. മാക്രോ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0.1 ഗ്രാം, സെമി മൈക്രോ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0.01 to 0.1 ഗ്രാം, ദെൻ മൈക്രോ ആണെങ്കിൽ 10⁻⁻⁴ to 10⁻²ഗ്രാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ മൈക്രോ അനാലിസിസ് എന്നുള്ളതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ക്വാളിറ്റേറ്റീവ് മൈക്രോ അനാലിസിസ് ജനറലി ഇൻവോൾവ് ദി യൂസേജ് ഓഫ് അനലൈറ്റ് സാമ്പിൾസ് ഇൻ ക്വാണ്ടിറ്റീസ് ലെസ് ദാൻ 10 milligram or 0.1 milliliter. General methods and apparatus used in microscale qualitative analysis are. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു മൈക്രോസ്കെയിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ ഏതൊക്കെയാണ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഏത് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ദി ടെസ്റ്റ് ട്യൂബ് യൂസ്ഡ് ഇൻ എ മാക്രോ ഓർ സെമി മൈക്രോ അനാലിസിസ് ആർ റീപ്ലേസ്ഡ് ബൈ മൈക്രോ ടെസ്റ്റ് ട്യൂബ്സ് ഓഫ് 0.5 to
2 ml capacity for most operations in a micro analysis. അപ്പം ഞാൻ ഈ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു മാക്രോ ടെസ്റ്റ് ട്യൂബും മൈക്രോ ടെസ്റ്റ് ട്യൂബും. അപ്പം നമ്മൾ മൈക്രോ സ്കെയിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ മൈക്രോ ടെസ്റ്റ് ട്യൂബാണ് യൂസ് ചെയ്യുക. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0.5 ആൻഡ് 2 ml ആയിരിക്കും. Second one, precipitations are usually carried out in microcentrifuge tube. Solutions are almost always separated from precipitate by centrifuging. നമ്മൾ സ്കീം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, നമ്മളൊരു സൊല്യൂഷൻ ഒരു സാമ്പിളിലേക്ക് എന്തെങ്കിലും റിയേജൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെൻട്രിഫ്യൂജ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യുന്നു? മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബ്. തേർഡ് വൺ, ആഫ്റ്റർ സെൻട്രിഫ്യൂജിങ് എ സിസ്റ്റം കണ്ടെയ്നിങ് എ precipitate, the supernatant liquid is usually removed either by a capillary dropper or a transfer capillary pipette or a capillary siphon. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രിഫ്യൂജ് ചെയ്തു. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ താഴെ പ്രസിപ്പിറ്റേറ്റും ഉണ്ടാവും, മേലെന്താണ് ആ സൂപ്പർനാറ്റൻ്റ് ലിക്വിഡ് സൊല്യൂഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിൽ നിന്നും സൂപ്പർനാറ്റൻ്റ് ലിക്വിഡിനെ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാൻ നമുക്ക് കാപ്പിലറി ഡ്രോപ്പർ യൂസ് ചെയ്യാം. ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചതാണത്. ദെൻ അല്ലെങ്കിൽ നമുക്ക് കാപ്പിലറി പിപ്പറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാപ്പിലറി സിഫോൺ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ആ സൂപ്പർനാറ്റൻ്റ് ലിക്വിഡിനെ പ്രസിപ്പിറ്റേറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർത്ത് വൺ, ആഫ്റ്റർ റിമൂവൽ ഓഫ് ദി സൂപ്പർനാറ്റൻ്റ് സൊല്യൂഷൻ, the precipitate remaining in a microcentrifuge tube can be washed by adding the wash solution directly to the precipitate and then stirring the system with a thin glass rod. The system is then centrifuged and the supernatant liquid removed and discarded. അപ്പോൾ ഇതിൽ ചെയ്യുന്നത്, നമ്മൾ സൂപ്പർനാറ്റൻ്റ് സൊല്യൂഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് മാത്രമാണ് സെൻട്രിഫ്യൂജ് ട്യൂബിൽ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ പ്രസിപ്പിറ്റേറ്റിനെ വാഷ് ചെയ്യാൻ നമ്മൾ ഏതാണോ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് അതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് വാഷ് ചെയ്യാം. അതായത് ആ വാഷ്ഡ് സൊല്യൂഷൻ ഒഴിച്ചാൽ നമ്മളൊരു നല്ല ഗ്ലാസ് റോഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിനെന്ത് ചെയ്യുക? സ്റ്റിർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സിസ്റ്റത്തെ, ഇപ്പോൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് നമ്മുടെ ആ വാഷ്ഡ് സൊല്യൂഷനുണ്ട്, ആ സിസ്റ്റത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം? സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നിട്ട് സൂപ്പർനാറ്റൻ്റ് ലിക്വിഡിനെ വീണ്ടും റിമൂവ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, ഇഫ് സ്ട്രോങ് ഹീറ്റിംഗ് ഓഫ് സൊല്യൂഷൻസ് ഈസ് റിക്വയർഡ്, മൈക്രോ ബീക്കേഴ്സ് 5 ml ഓർ മൈക്രോ ക്രൂസിബിൾസ് 2 ml ആർ യൂസ്ഡ്. അതായത് നമ്മൾ ചില എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സൊല്യൂഷൻസിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഹീറ്റ് ചെയ്യേണ്ട വല്ല കണ്ടീഷനും വരികയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ മൈക്രോ ബീക്കർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോ ക്രൂസിബിൾ യൂസ് ചെയ്യുക. മൈക്രോ ബീക്കർ എന്ന് പറയുന്നത് എത്ര ml ആയിരിക്കണം? 5 ml. മൈക്രോ ക്രൂസിബിൾ എന്ന് പറയുന്നത് 2 ml ആണ് യൂസ് ചെയ്യേണ്ടത്. സിക്സ്ത് വൺ, the passage of gas like H2S into a solution in a microcentrifuge tube or test tube is carried out by leading the gas through a fine capillary tube so that the solution does not spurt out of the container. A similar deliver tube is also used for leading out a product gas for further testing. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് റിയേജൻ്റ് ആഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്, H2S ഗ്യാസൊക്കെ പാസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോ ടെസ്റ്റ് ട്യൂബിലേക്കാണ് നമ്മൾ H2S ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പം അത് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗ്യാസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫൈൻ ക്യാപ്പിലറി ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതൊക്കെ തെറിച്ചു പോകാനൊക്കെ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. H2S ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഒരു ഫൈൻ ക്യാപ്പിലറി ട്യൂബിലൂടെ ആയിരിക്കണം നമ്മുടെ സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലേക്ക് പാസ് ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈജഷൻ ഓഫ് സോളിഡ് സാമ്പിൾസ് വിത്ത് ആസിഡ് ഓർ സോൾവെന്റ് ഈസ് performed in small porcelain or silica crucibles heated on a metal hot plate or on micro burners. Digestion means dissolving sample into solution by adding acids and heating until the complete decomposition of the matrix. അതായത് നമ്മൾ ചിലപ്പോൾ സോളിഡ് സാമ്പിൾസിനെ ഡൈജഷൻ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സാമ്പിളിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സൊല്യൂഷനിൽ എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അത് ഒന്നെങ്കിൽ ആസിഡ് ആഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത് സിലിക്ക ക്രൂസിബിൾസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒന്നെങ്കിൽ അത് മെറ്റൽ ഹോട്ട് പ്ലേറ്റുമേ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്താണ് മൈക്രോ ബേർണർ യൂസ് ചെയ്തിട്ടുമാണ് സോളിഡ് സാമ്പിൾസിനെ നമ്മൾ ഡൈജഷൻ നടത്താറുള്ളത്. സ്മോൾ സിലിക്ക വാച്ച് ഗ്ലാസസ് ഫൈൻ ആപ്ലിക്കേഷൻ ഫോർ ഇവാപ്പറേഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഇവാപ്പറേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏതാണ്, വാച്ച് ഗ്ലാസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഫ്യൂഷൻ ഓഫ് എ സ്മോൾ സോളിഡ് സാമ്പിൾ ഈസ് കണ്ടക്റ്റഡ് ഓൺ എ പ്ലാറ്റിനം വയർ ലൂപ്പ് ഓർ ഇൻ എ പ്ലാറ്റിനം സ്പൂൺ. അത് നമ്മൾ സോളിഡ് സാമ്പിളിൻ്റെ ഫ്യൂഷന് നമ്മൾ എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒന്നെങ്കിൽ പ്ലാറ്റിനം വയർ ലൂപ്പിലോ അല്ലെങ്കിൽ എന്താണ് പ്ലാറ്റിനം സ്പൂണിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സ്മോൾ സോളിഡ് സാമ്പിളിനെ നമ്മൾ ഫ്യൂഷൻ നടത്താറുള്ളത്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് സ്പോട്ട് അനാലിസിസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻ ഇനോർഗാനിക് ആസ് വെൽ ആസ് ഓർഗാനിക് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് the small amounts of material obtained after the usual systematic operations are often detected by what is commonly referred to as spot analysis. The term refers to an analysis which uses a spot of a solution, a drop or less, that is about 0.05 ml or smaller, or a fraction of milligram of solid. അതായത് നമ്മൾ ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് മെറ്റീരിയൽ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഇന്ന സാമ്പിളാണ് അത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്ക് അത്രയും കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ സ്പോട്ട് അനാലിസിസിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണ്, ഒരു സൊല്യൂഷനെ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ഡ്രോപ്പ് ഓർ ലെസ് ആൻഡ് 0.05 ml ഓർ സ്മോളർ. അതായത് നമ്മൾ ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫ്രാക്ഷൻ ഓഫ് മില്ലിഗ്രാം ഓഫ് സോളിഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, സ്പോട്ട് അനാലിസിസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Spot analysis or spot test analysis. The term spot test or spot reactions refers to a micro test for ions or compounds, generally used in a micro scale inorganic or organic qualitative analysis. Such a chemical test involves manipulation with very small quantities of analyte sample and reagents. A drop or two of solutions or liquid compounds or a crystal or
tube of solid. അതായത് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മൾ സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, നമ്മൾ ഏതൊക്കെയാണ് സ്പോട്ട് ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അനലൈറ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റിയേജൻസും ആണ് എടുക്കുന്നത്. അപ്പോൾ സ്പോട്ട് ടെസ്റ്റിൽ നമ്മൾ വളരെ ചെറിയ എമൗണ്ടേ നമ്മൾ എടുക്കുള്ളൂ. എ ഡ്രോപ്പ് ഓർ ലെസ് ആണ് പറഞ്ഞത്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക, സബ്സ്റ്റൻസ് എടുക്കുക. അതുപോലെ തന്നെ റിയേജൻസും എന്താണ്, അത്രയും മൈന്യൂട്ടായിട്ടേ നമ്മൾ എടുക്കുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സ്പോട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സാമ്പിളിൻ്റെ ഒരു ഡ്രോപ്പ് അവിടെ ഡ്രോപ്പ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, ആ ഡ്രോപ്പിലേക്ക് നമ്മൾ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, ആ കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ സ്പോട്ട് ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്പോട്ട് അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈ ബ്രിങ്ങിങ് ടുഗദർ എ ഡ്രോപ്പ് ഓഫ് ദി ടെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ദി റിയേജൻറ്റ് ഓൺ എ ഗ്ലാസ്, പോർസ്ലൈൻ ഓർ പേപ്പർ സർഫസ്. എക്സാമ്പിൾ, എ ഗ്ലേസ്ഡ് പോർസ്ലൈൻ സ്പോട്ട് പ്ലേറ്റ് വിത്ത് ഓർ വിത്തൗട്ട് സ്മോൾ ഡിപ്രഷൻ. അതായത് നമ്മൾ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്പോട്ട് പ്ലേറ്റ് ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഡിപ്രഷൻസ് ഒക്കെ കാണാം. നമ്മൾ ആ ഡിപ്രഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ സ്പോട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ സാമ്പിൾ ആഡ് ചെയ്യും. വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, റിയേജൻസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പോർസ്ലൈൻ അല്ലെങ്കിൽ പേപ്പർ സർഫസ് ആണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ബൈ പ്ലേസിങ് എ drop of the analyzed solution on a filter paper impregnated with the necessary reagent. അതായത് നമ്മൾ ഫിൽട്ടർ പേപ്പറിൽ എന്ത് ചെയ്യും, നമുക്ക് ഏതാണോ റിസൾട്ട് കിട്ടേണ്ടത് അതിൻ്റെ ആ റിയേജൻറ്റ് നമ്മൾ എന്ത് ചെയ്ത് ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ്ഡ് സൊല്യൂഷന് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യും. അതായത് നമ്മുടെ ഫിൽട്ടർ പേപ്പറിൽ നമ്മുടെ റിയേജൻറ്റ് ഉണ്ടാവും. എന്നിട്ട് ആ റിയേജൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അനലൈസ്ഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും, അതിൻ്റെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ തേർഡ് വൺ എന്ന് പറയുന്നത് ഇതിലുള്ള മെത്തേഡ് ബൈ ബ്രിങ്ങിങ് ഇൻ ടു എ ഡ്രോപ്പ് ഓഫ് ദി റിയേജൻറ്റ് ഓർ എ strip of reagent paper with the gases liberated from minute quantities of a sample in a micro test tube or centrifuge tube. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൈക്രോ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബിൽ നിന്ന് ഗ്യാസസ് ലിബറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ലിബറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിയേജൻ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു റിയേജൻ്റ് പേപ്പർ എന്ത് ചെയ്യുക, ആ ഗ്യാസ് വരുന്ന ആ സ്ഥാനത്ത് നമ്മൾ റിയേജൻ്റ് ആഡ് ചെയ്തിട്ടുള്ള പേപ്പർ എന്ത് ചെയ്യും, ആ ഗ്യാസിൻ്റെ അവിടെ കാണിക്കും. അപ്പോൾ ആ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോട്ട് ടെസ്റ്റിൻ്റെ 3 മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഒന്ന് സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ, സ്പോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാമ്പിൾസും റിയേജൻറ്റും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അത് നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. അതിന് പകരം നമ്മൾ സ്പോട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റീസേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. അതിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു സ്പോട്ട് പ്ലേറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് അനലൈറ്റും റിയേജൻറ്റും ആഡ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ പേപ്പറിൽ, അതായത് നമ്മൾ ഫിൽട്ടർ പേപ്പറിൽ നമ്മുടെ റിയേജൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒരു അനലൈറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇനി തേർഡ് മെത്തേഡ് പറഞ്ഞത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് വരുന്ന ഗ്യാസ് സബ്സ്റ്റൻസിൻ്റെ അടുത്ത് നമ്മുടെ റിയേജൻസ് ആഡ് ചെയ്തിട്ടുള്ള പേപ്പർ എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. ഇനി ഈ സ്പോട്ട് ടെസ്റ്റിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്പോട്ട് ടെസ്റ്റ് ഫോർ അയൺ 3. നമ്മൾ ഫെറിക് അയണിന് നമ്മൾ സ്പോട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. Place a drop of the test solution on a spot plate
and add 1 drop of 1% അമോണിയം തയോസയനേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സ്പോട്ട് പ്ലേറ്റ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ആദ്യം അതിലെന്ത് ചെയ്യണം, നമ്മൾ ഒരു ഡ്രോപ്പ് നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ഡ്രോപ്പ് 1% അമോണിയം തയോസയനേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ റിയേജൻ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്ന സൊല്യൂഷൻ, പിന്നെന്താണ് നമ്മുടെ ഈ റിയേജൻറ്റും ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഡീപ്പ് റെഡ് coloration, അതായത് ബ്ലഡ് റെഡ് coloration ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അയൺ 3 thiocyanate appears if Fe3+ is present in the test solution. അതായത് നമ്മുടെ സൊല്യൂഷനിൽ ഫെറിക് അയോൺ ഉണ്ടെങ്കിൽ നമുക്ക് അമോണിയം തയോസയനേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കളർ കിട്ടും? ബ്ലഡ് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് അയൺ 3 ആണെന്ന് ചെയ്യാം. ഇത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? സ്പോട്ട് പ്ലേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് കാണിച്ചത്. ഫെറിക് അയോണിലേക്ക്, അതായത് ഫെറിക് അയോൺ ഉള്ള സൊല്യൂഷനിലേക്ക് തയോസയനേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെറിക് തയോസയനേറ്റ് അപ്പിയർ ചെയ്യും. അതിൻ്റെ കളറാണെന്ത്? ബ്ലഡ് റെഡ് കളറ്. നെക്സ്റ്റ് എക്സാമ്പിൾ, സ്പോട്ട് ടെസ്റ്റ് ഫോർ നിക്കൽ 2. എങ്ങനെയാണ് നിക്കലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ദി ടെസ്റ്റ് സൊല്യൂഷൻ ഓൺ എ സ്ട്രിപ്പ് ഓഫ് എ ഡ്രോപ്പ് റിയാക്ഷൻ പേപ്പർ ആൻഡ് ആഡ് 1 drop of 1% എത്തനോളിക് സൊല്യൂഷൻ ഓഫ് ഡൈമീഥൈൽ ഗ്ലയോക്സേം. അതായത് നമ്മളിവിടെ നമ്മളൊരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ലാബിൽ നിന്ന് കിട്ടും. അത് ഈ സ്പോട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ആ റിയാക്ഷൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ലാബിൽ നിന്ന് തരും. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ്റെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 drop of 1% എത്തനോളിക് സൊല്യൂഷൻ ഓഫ് ഡൈമീഥൈൽ ഗ്ലയോക്സേം ആഡ് ചെയ്യും. എന്നിട്ട് ഹോൾഡ് ദി പേപ്പർ ഓവർ അമോണിയ വേപ്പർ. A rose red coloration due to the formation of nickel dimethyl glyoxame complex appears if nickel 2+ is present in the ടെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മളിതിലേക്ക് നിക്കലിൻ്റെ സൊല്യൂഷനിലേക്ക് ഡൈമീഥൈൽ ഗ്ലയോക്സേം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഒരു റോസ് റെഡ് കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് റിയാക്ഷൻ പേപ്പർ ഒന്നല്ല യൂസ് ചെയ്തത്, ഞാനൊരു ടെസ്റ്റ് ട്യൂബിലാണ് ഈ റിയാക്ഷൻ ചെയ്തത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സേം ആണ്. തേർഡ് എക്സാമ്പിൾ, സ്പോട്ട് ടെസ്റ്റ് ഫോർ ഫീനോൾസ്. A drop of the alkaline test solution is evaporated to dryness in a micro crucible. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൽക്കലൈൻ ടെസ്റ്റ് സൊല്യൂഷനിനെ ആദ്യം ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്യുക. ഡ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരു മൈക്രോ ക്രൂസിബിളിൽ വെച്ചിട്ട് അതിനെ ഇവാപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ കൂളിംഗ് എ ഡ്രോപ്പ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് 5-nitroso 8-hydroxyquinoline in concentrated H2SO4 is added. നമ്മൾ ആ ഡ്രൈ ചെയ്തിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് 5-nitroso 8-hydroxyquinoline in concentrated H2SO4 ആഡ് ചെയ്യാം. The formation of a dark colored condensation product shows the presence of a phenol in the test solution. നമ്മൾ ഈ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക് കളേർഡ് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ എന്തുണ്ട് എന്ന് പറയാം? നമുക്ക് ഫീനോൾ ഉണ്ട് എന്നുള്ളത് പറയാം. എക്സാമ്പിൾ, ഫീനോൾ yields എ ഡാർക്ക് ബ്രൗൺ സ്പോട്ട് ഇൻ ദി എബവ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാർക്ക് കളേർഡ് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. ഫീനോൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും നമ്മുടെ ആ ഒരു സൊല്യൂഷന് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് മൈക്രോസ്കെയിൽ അനാലിസിസിൽ മാക്രോസ്കെയിൽ അനാലിസിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അപ്പാരറ്റസ് അല്ലെങ്കിൽ മെത്തേഡ്സിൽ വരുന്ന ഡിഫറൻസ് എന്നാണ് നോക്കിയത്.
അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ മൈക്രോ സ്കെയിലും മാക്രോ സ്കെയിലും തമ്മിൽ ഡിഫറൻസ്, അതായത് അനലൈറ്റിൻ്റെ റേഞ്ച് മാക്രോ സ്കെയിലാണെങ്കിൽ 0.1 ഗ്രാം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ 0.1 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മൈക്രോ സ്കെയിലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 10⁻⁴ ടു 10⁻² ഗ്രാം ആണ്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എല്ലാം മെത്തേഡ്സ് എല്ലാം വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ നമ്മൾ മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബ് അതുപോലെ തന്നെ മൈക്രോ ടെസ്റ്റ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സൂപ്പർനാറ്റിൻ്റെ ലിക്വിഡ് സൊല്യൂഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കാപ്പിലറി ഡ്രോപ്പർ അല്ലെങ്കിൽ കാപ്പിലറി പിപ്പറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ H2S ഗ്യാസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിൻ കാപ്പിലറി ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സൊല്യൂഷൻ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ ബീക്കർ അല്ലെങ്കിൽ മൈക്രോ ക്രൂസിബിൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ മൈക്രോ ബേർണറാണ് നമ്മൾ ഡൈജഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മോൾ സിലിക്ക വാച്ച് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ അത്രയും സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൈക്രോ അനാലിസിസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത്, അതായത് സ്പോട്ട് അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് സ്പോട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഡ്രോപ്പ് ഓർ ലെസ് ആയിരിക്കും, ദാറ്റ് ഈസ് എബൌട്ട് 0.05 ml ഓർ സ്മോളർ ആയിരിക്കും നമ്മുടെ സ്പോട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സോളിഡ് ആണെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മില്ലിഗ്രാം ഓഫ് എ സോളിഡേ നമ്മൾ സ്പോട്ട് ടെസ്റ്റിന് യൂസ് ചെയ്യാറുള്ളൂ. അതായത് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് അനലൈറ്റ് സാമ്പിൾ ആൻഡ് റിയേജൻസ് ആർ യൂസ്ഡ്. പിന്നെ നമ്മൾ സ്പോട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് പ്ലേറ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിൽട്ടർ പേപ്പറിൽ റിയേജൻ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അതൊക്കെ നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ 3 സാമ്പിളിൻ്റെ സ്പോട്ട് ടെസ്റ്റിന് എക്സാമ്പിളും പറഞ്ഞു. അതായത് അയൺ, നിക്കൽ, പിന്നെന്താണ് ഓർഗാനിക്കിൽ ഫീനോളും പറഞ്ഞു. ഇനി എന്താണ് മൈക്രോ സ്കെയിൽ എക്സ്പെരിമെൻറ്റും മൈക്രോ സ്കെയിൽ എക്സ്പെരിമെൻറ്റിന് മാക്രോ സ്കെയിൽ എക്സ്പെരിമെൻറ്റിനേക്കാളുള്ള അഡ്വാൻറ്റേജ്? ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് വൈവയ്ക്കും ഇത് ലാബിൽ വൈവയ്ക്കും ഇത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, micro analysis requires only a very small quantity of the sample. So the method can be adopted even though only a very small quantity of the analyte material is available for test. അതായത് നമ്മൾ പറഞ്ഞു മൈക്രോ അനാലിസിസിന് വളരെ കുറച്ച് എമൗണ്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വെരി സ്മോൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി. അതായത് നമ്മുടെ റിയേജൻസ് ഒന്നും ഒരുപാട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, ലോസ് ചെയ്ത് പോവില്ല. നമുക്ക് കുറച്ച് സാമ്പിൾ എന്ത് ചെയ്താൽ മതി, ഒരു ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, since only very small quantities of sample, solvent and reagent are utilized, the method produces less waste and is more cost effective as compared to macro and semi-micro techniques. In other words, the technique produces less pollution and save a lot of money. അതായത് നമ്മൾ വെരി സ്മോൾ ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ചില സാമ്പിൾസിനൊക്കെ, അതായത് ചില സോൾട്ടിനൊക്കെ എന്താണ് ഹൈലി അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൈക്രോ അനാലിസിസ് അല്ലെങ്കിൽ സെമി മൈക്രോ അനാലിസിസ് ആണെങ്കിൽ നമ്മൾ എന്താണ് അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇത് വെച്ചിട്ട് നമ്മൾ ഈ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത്രയും ആ മാക്രോയിനേക്കാളും അത്രയും കുറവായിരിക്കും. ഇപ്പോൾ ഈ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകും, പല ഗ്യാസ് സബ്സ്റ്റൻസും എന്താണ് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും എന്താണ് ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഒന്നും അത്രയൊന്നും അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതെന്താണ്, ലെസ് പൊല്യൂഷനാണ് മൈക്രോ സ്കെയിൽ കൊണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മണി എന്ത് ചെയ്യാം, സേവ് ചെയ്യാനും പറ്റും ഇതുകൊണ്ട്. തേർഡ് വൺ, as compared to macro and semi-micro techniques, micro techniques offer greater sensitivity, selectivity and specificity. തേർഡ് അഡ്വാൻറ്റേജ് എന്താണ്, മൈക്രോ ടെക്നിക്സ്
ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ സെലക്ടിവിറ്റി, സ്പെസിഫിസിറ്റി ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, spot test methods make it possible to avoid the special separations and operations such as filtration and dissolution of precipitate to a considerable degree. അതുപോലെ തന്നെ ഈ സ്പോട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫിൽട്രേഷൻ, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേറ്റിൻ്റെ ഡിസൊല്യൂഷൻ ചെയ്യുന്ന മെത്തേഡ്സ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതായത് സ്പോട്ട് ടെസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. Fifth one, spot tests diminish sources of error in detection because adsorption of ions on the large bulk of a precipitate, losses due to transfer of precipitate etc. are avoided. അതായത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് സൊല്യൂഷൻസൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ സ്പോട്ട് ടെസ്റ്റ് വഴി ചെയ്യുകയാണെങ്കിൽ അത് എററെല്ലാം അതിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, ആ ഒരു അഡ്സോർപ്ഷൻ ഓഫ് അയോൺ ഓൺ ദി ലാർജ് ബൾക്ക് ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്, അതെന്താണ്, ആ ഒരു പ്രസിപ്പിറ്റേറ്റിലെ അയോൺസ് എല്ലാം എന്താണ്, അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോസസ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, അപ്പം എന്താണ്, പ്രസിപ്പിറ്റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലോസൊക്കെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനൊക്കെ ഈ സ്പോട്ട് ടെസ്റ്റ് വഴി സാധിക്കുന്നതാണ്. അതായത് സ്പോട്ട് ടെസ്റ്റ് വഴി ഒരുപാട് എറേഴ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിക്സ്ത് വൺ, micro analytical methods can be carried out in a reasonably short time, so they permit a rapid decision as to the presence or absence of a particular analyte material. അതായത് നമുക്കറിയാം, മൈക്രോ അനാലിറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ അതിലുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയും. അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ദ ഇക്വിപ്മെൻറ്റ്, അതായത് ഗ്ലാസ് വെയർസ് required for micro analysis are much smaller and simpler than those required for traditional analytical techniques, so they are much cheaper too. അതായത് നമ്മൾ മാക്രോനെ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ഇക്വിപ്മെൻറ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, മാത്രമല്ല അതെന്താണ്, ഭയങ്കര ചീപ്പായിട്ടുള്ളതാണ്, അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളതല്ല. മറ്റേ മാക്രോയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ ലാബിലൊക്കെ കുറേ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉള്ളതാണ്. വീണ്ടും വീണ്ടും അത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മൈക്രോ ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് എന്താണ് വളരെ ചീപ്പായിട്ട് ഈ മൈക്രോയുടെ ഇക്വിപ്മെൻറ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ അനാലിറ്റിക്കൽ മെത്തേഡ്സ് ആണ് പറഞ്ഞത്. അതായത് മൈക്രോ അനാലിസിസിൽ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിലെന്താണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് എല്ലാം എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പിൾ അത്ര വേസ്റ്റ് ആവുന്നില്ല. നമ്മൾ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് സാമ്പിൾ വേസ്റ്റായി പോകുന്നില്ല. മാത്രമല്ല ഈ മൈക്രോ അനാലിസിസ് മൂലമുള്ള എറേഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. മാക്രോയിൽ ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരാനുള്ള പോസിബിലിറ്റി നല്ല കൂടുതലാണ്. പക്ഷേ മൈക്രോയിലാണെങ്കിൽ ആ ഒരു പോസിബിലിറ്റി കുറവാണ്. പിന്നെ മൈക്രോ അനാലിസിസ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെയ്ത് തീർക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ ഈ മൈക്രോ അനാലിസിസിൻ്റെ ഇക്വിപ്മെൻറ്റ്സ് എല്ലാം വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ സ്മോളറാണ്. അത് അത്ര കോസ്റ്റ്ലി അല്ല, മാക്രോനെ വെച്ച് നോക്കുമ്പോൾ അത്ര കോസ്റ്റ്ലി ആയിട്ടല്ല വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സ്ചർ അനാലിസിസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, മൈക്രോ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ആ ഒരു അപ്പാരറ്റസും പിന്നെ ആ മെത്തേഡ്സൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു അപ്പാരറ്റസ് നിങ്ങൾ +2-ലൊക്കെ കുറേ അപ്പാരറ്റസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ഈ മൈക്രോ അനാലിസിസിൽ നമ്മൾ സ്പോട്ട് ടെസ്റ്റിലേക്ക് മാറി. അതായത് നമ്മൾ കുറേ
സൊല്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് അങ്ങനെ വേസ്റ്റ് ആക്കുന്നതിന് പകരം നമ്മൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ എന്താണ് റിയേജൻറ്റും സാമ്പിളൊക്കെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചു. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ലാബിലേക്ക് നിങ്ങൾ ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.